അംഗരാജൻ വൈകർത്തനൻ കർണൻ ഭീമനെ നേരിടുവാൻ മുന്നോട്ടാഞ്ഞു. ഭീമനോടുള്ള അഗാധമായ ഈർഷ്യ അവനെ അസാധാരണമാം ആവേശം കൊള്ളിച്ചു. അവൻ്റെ മുഖം രൗദ്രഭാവം കൊണ്ട് ഭീമത്സമായി. അവൻ്റെ അട്ടഹാസം അന്തരീക്ഷത്തെ നടുക്കി. പല പ്രാവശ്യം തോറ്റോടിയിട്ടും കൂസൽ കൂടാതെ പിന്നെയും തന്നോട് എതിർക്കുവാൻ വരുന്ന കർണന്റെ അപ്പോഴത്തെ ഭാവം കണ്ടപ്പോൾ ഭീമന് മനസ്സിലായി, ഇത് അമാനുഷനായ ഒരു കർണനാണെന്ന്. എങ്കിലും വായുപുത്രന് പരിഭ്രമമൊന്നും ഉണ്ടായില്ല. സൂര്യപുത്രനും വായുപുത്രനും കൂടി നടത്തിയ യുദ്ധം ഇതുവരെയുണ്ടായ ദ്വന്ദ്വയുദ്ധങ്ങളെയെല്ലാം പിന്തള്ളത്തക്ക വിധം ഘോരമായിരുന്നു. ഈ യുദ്ധം കാണുവാൻ ആകാശത്ത് നിരന്ന ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരുമെല്ലാം അത്ഭുത സ്തബ്ധരായി നിന്നു. 100ഉം 1000ഉം കണക്കിലാണ് ഇരുവരും അസ്ത്രങ്ങൾ വർഷിച്ചത്. കർണൻ കലി ബാധിച്ചവനെ പോലെ സ്വയം മറന്നു പോരാടി. അവൻ ഭീമന്റെ വില്ലു മുറിച്ചു, കൊടി മുറിച്ചിട്ടു, സൂതനെയും കുതിരകളെയും കൊന്നു, ആയുധങ്ങളെല്ലാം തകർത്തു. ഭീമനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ കർണൻ ഒരമ്പെടുത്ത് വില്ലിന്മേൽ തൊടുത്തു. പെട്ടെന്ന് കർണന്റെ മനസ്സ് പിടഞ്ഞു. അമ്മയോട് ചെയ്ത ശപഥം മിന്നൽ പിണർ പോലെ മിന്നി. അർജുനനെ അല്ലാതെ അമ്മയുടെ മറ്റു മക്കളെയൊന്നും ഞാൻ കൊല്ലുകയില്ല. കുലച്ച വില്ലിൽ തൊടുത്ത അമ്പ് അലക്ഷ്യമായി വിദൂരത്തിലേക്ക് അയച്ച കർണൻ കുന്തിദേവിയോട് ചെയ്ത ശപഥം പാലിച്ചു. നിരായുധനായി തറയിൽ നിന്ന ഭീമൻ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് കർണന്റെ നേർക്ക് എറിയുവാനുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കർണനെ ഒരു തരത്തിലും ബാധിച്ചില്ല. അവൻ അതെല്ലാം ലാഘവത്തോടെ തടുത്തുകൊണ്ട് ഭീമനെ കണക്കിന് പരിഹസിച്ചു. വില്ലുകൊണ്ട് തലയ്ക്ക് കുത്തുകയും ചെയ്തു. കർണൻ പറഞ്ഞു, എടാ പൊണ്ണത്തടിയാ, ഊശാന്താടിക്കാരാ, തിന്നാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? മേലിൽ പൗരുഷശാലികളായ യോദ്ധാക്കളുടെ മുന്നിൽ വരരുത്. അടുക്കളപ്പണിയാണ് നിനക്ക് പറ്റിയത്. നല്ലതുപോലെ തിന്നുകയും ചെയ്യാം. ഭീമൻ കൈകൾ കൂട്ടിയടിച്ചുകൊണ്ട് കർണനെ മുഷ്ടിയുദ്ധത്തിന് ക്ഷണിച്ചു. എടാ സൂതപുത്ര, ചുനയുണ്ടെങ്കിൽ തേരിൽ നിന്നിറങ്ങി വാ. കീചകനെ കശക്കിയതുപോലെ നിന്നെയും ഞാൻ കൊല്ലും. കർണൻ അതിന് വഴങ്ങിയില്ല. വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. കർണനും ഭീമനും കൂടി നടന്ന സംഘട്ടനം കഴിഞ്ഞ് കർണൻ ഭീമനെ പരിഹസിക്കുന്നത് കൃഷ്ണൻ ദൂരെ നിന്ന് കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അർജുന, അതാ കർണൻ ഭീമനെ പീഡിപ്പിക്കുന്നു. ഉടൻ തന്നെ ഗാണ്ഡീവത്തിൽ നിന്നുള്ള അമ്പുകൾ കർണന്റെ മേൽ പതിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒടുക്കം ഭീമനെ തോൽപ്പിച്ചു എന്നുള്ള സന്തോഷത്തോടെ കർണൻ അവിടെ നിന്ന് പിൻവാങ്ങി. യാഥാർത്ഥ്യത്തിൽ ആദ്യമായിട്ടാണ് കർണന് ഭീമനുമായുള്ള ഒരു യുദ്ധത്തിൽ മുൻകൈ ലഭിക്കുന്നത്. മ്ലേച്ഛ സൈന്യങ്ങളെ കൊന്നൊടുക്കിയ ശേഷം മുന്നേറിക്കൊണ്ടിരുന്ന സാത്വികിക്ക് പിന്നെയും ശക്തമായ പല എതിർപ്പുകളും നേരിടേണ്ടി വന്നു. ത്രികൃത്തന്മാരും കലിംഗന്മാരും അദ്ദേഹത്തിന്റെ മുന്നേറ്റം തടയുവാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം അവരെയെല്ലാം കൊല്ലുകയോ തോൽപ്പിച്ചോടിക്കുകയോ ചെയ്തു. ദുശാസനൻ അനവധി സൈന്യങ്ങളുമായി വീണ്ടും സാത്വികിയോട് എതിർക്കുവാൻ വരികയും തോറ്റോടുകയും ചെയ്തു. സാത്വികി കൃഷ്ണാർജുനന്മാരുടെ ഏകദേശം അടുത്തെത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ ശക്തനും വില്ലാളി വീരനുമായ ഭൂരിശ്രവസ് വന്ന് സാത്വികിയെ തടഞ്ഞു. പല വീരവാദങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഭൂരിശ്രവസ് സാത്വികിയോട് ഏറ്റുമുട്ടിയത്. രണ്ടുപേർക്കും തമ്മിൽ ഭയങ്കര യുദ്ധം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും ശരീരത്തിൽ പലയിടത്തും ശരം തറച്ച് മുറിഞ്ഞ് ചോരയൊലിക്കുവാൻ തുടങ്ങി. അതോടെ രണ്ടുപേരും ക്രോധത്തിന്റെ ഉച്ചകോടിയിലെത്തി. പിന്നീട് അന്ധമായി ശരങ്ങളെ വാരി വർഷിക്കുകയാണ് രണ്ടുപേരും ചെയ്തത്. അതിൻ്റെ ഫലമായി രണ്ടുപേരുടെയും തേരും കുതിരകളും സൂതനും എല്ലാം നശിച്ചു. ഉടനെ രണ്ടുപേരും വാളും പരിചയമെടുത്ത് ദ്വന്ദ്വയുദ്ധം തുടർന്നു. വെട്ടിയും തടുത്തും മാറിയും ചാടിയും മറ്റും ഭയങ്കരമായി തീർന്ന അവരുടെ യുദ്ധത്തെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അങ്ങനെയിരിക്കെ രണ്ടുപേരുടെയും പരിചയം മുറിഞ്ഞു. അപ്പോൾ വാൽ ഉറയിലിട്ട് അന്യോന്യം മുഷ്ടയുദ്ധമായി. പിടിച്ചും വലിച്ചും എറിഞ്ഞും മറിഞ്ഞും ചാടിയും വീണും ഉരുണ്ടും നടത്തിയ മുഷ്ടയുദ്ധം ഭയാനകമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തളർന്നു പരവശനായ സാത്വികി ഭൂരിശ്രവസിന്റെ പിടിയിൽപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് കുതറി വിട്ടുപോകുവാൻ വയ്യാത്ത നിലയിലായി. ആ സമയത്ത് സാത്വികി ബോധം കെടുകയും ഭൂമിയിൽ വീഴുകയും ചെയ്തു. ഭൂരിശ്രവസ് സാത്വികിയുടെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ച് ഇടത് കൈകൊണ്ട് സാത്വികിയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലത് കൈകൊണ്ട് വാളെടുത്ത് സാത്വികിയുടെ കഴുത്തിന് വെട്ടാനായിട്ട് ഓങ്ങി. ഭഗവാൻ കൃഷ്ണൻ പെട്ടെന്ന് ആ രംഗം അർജുനന് കാണിച്ചു കൊടുത്തു. സാത്വികിയെ രക്ഷിക്കണമെന്നല്ലാതെ അർജുനന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. മൂർച്ചയുള്ള ഒരു കത്തിയമ്പ് ഗാണ്ഡീവത്തിൽ നിന്ന് പുറപ്പെട്ടു. അത് ഭൂരിശ്രവസിന്റെ വാൾ പിടിച്ചിരുന്ന വലത് കൈ മുറിച്ചു വീഴ്ത്തി. രണ്ടുപേർ മാത്രം ചെയ്യുന്ന യുദ്ധമാണ് ദ്വന്ദ്വയുദ്ധം. ഈ സമയത്ത് മൂന്നാമതൊരാൾ അതിലൊരുത്തന്റെ ഭാഗത്ത് ചേർന്ന് എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് അധർമ്മമായിട്ടാണ് കരുതുന്നത്. തൻ്റെ കൈ മുറിച്ചത് അർജുനനാണെന്നറിഞ്ഞ ഭൂരിശ്രവസ് അർജുനന്റെ നേരെ ചോദിച്ചു, അർജുന, ദ്വന്ദ്വയുദ്ധ സമയത്ത് പിന്നിൽ നിന്ന് ഒളിയമ്പി ചെയ്യുന്നത്
ഒരു യോദ്ധാവിന് യോജിച്ച പ്രവൃത്തിയല്ല. കുരുവംശത്തിൽ പറഞ്ഞ നിനക്ക് എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു? ധർമ്മത്തിൻ്റെ അവതാരമെന്ന് പ്രസിദ്ധിപ്പെട്ട യുധിഷ്ഠിരൻ്റെ അനുജനല്ലേ നീ? ധർമ്മപുത്രനോട് നീ എന്തു പറയും? തീർച്ചയായും ഇത് നിന്റെ സ്വന്തം അഭിപ്രായപ്രകാരം ചെയ്തതായിരിക്കില്ല. അധമനായ കൃഷ്ണന്റെ ഉപദേശപ്രകാരമാണ് നീ ഇങ്ങനെ ചെയ്തത്. ഉത്തമന്മാർ ഇപ്രകാരം ചെയ്യുകയില്ല. അർജുനൻ പ്രതിവചിച്ചു. നീ പറയുന്നതൊക്കെ അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളാണ്. ബോധമില്ലാതെ നിലത്ത് കിടന്ന സാത്വികയുടെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ച് കഴുത്തറക്കുവാൻ ശ്രമിച്ച നിന്റെ പ്രവൃത്തി അധർമ്മമായിരുന്നില്ലേ? ആ നിലയ്ക്ക് എൻ്റെ ഉറ്റമിത്രമായ സാത്വികയെ രക്ഷിച്ചതിൽ എന്തധർമ്മമാണുള്ളത്? ഇന്നലെ ആയുധമെല്ലാം നഷ്ടപ്പെട്ട പിഞ്ചുബാലനെ മഹാരഥന്മാരെല്ലാം കൂടിച്ചേർന്ന് കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചവനല്ലേ നീ? അഭിമന്യു മരിച്ചപ്പോൾ നീ ആഹ്ലാദിച്ചില്ലേ? അത് ധർമ്മമായിരുന്നുവോ? അതുകൊണ്ട് ധർമാധർമ്മങ്ങളെപ്പറ്റി പറയുവാനുള്ള അർഹതയൊന്നും നിനക്കില്ല. അർജുനന്റെ മറുപടി കേട്ടപ്പോൾ ഭൂരിശ്രവസ് വിചാരധീരനായി. അവശനായ അദ്ദേഹം ഇടതുകരം കൊണ്ട് ശരങ്ങൾ നിരത്തി ശയ്യുണ്ടാക്കി അതിന്മേൽ ദർഭപ്പുല്ല് വിരിച്ച് പ്രായോപവേശം ചെയ്തു. നിരാഹാരവ്രതം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് സ്വർഗം പ്രാപിക്കുകയാണ് പ്രായോപവേശത്തിന്റെ ലക്ഷ്യം. അതിനൊരുപ്പെട്ട ഭൂരിശ്രവസിനോട് എല്ലാവർക്കും അനുകമ്പയാണ് ഉണ്ടായത്. അവരെല്ലാം അർജുനനെ നിന്ദിക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ സാത്വികി മോഹാലസ്യം വിട്ടുണർന്നു. ഭൂരിശ്രവസ് മിക്കവാറും മൃതപായനായണെങ്കിലും സാത്വികയ്ക്ക് അവനോടുള്ള വൈര്യം ക്ഷമിച്ചിരുന്നില്ല. വാളുമെടുത്ത് ഭൂരിശ്രവസിന്റെ നേരെ പാഞ്ഞു. കൃഷ്ണനും അർജുനനും ഉൾപ്പെടെ എല്ലാവരും അരുത് അരുത് എന്ന് വിലക്കിയെങ്കിലും അത് കൂട്ടാക്കാതെ സാത്വികി ഭൂരിശ്രവസിന്റെ കഴുത്തിൽ വെട്ടുകയും അവനെ കൊല്ലുകയും ചെയ്തു. പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ സാത്വികി പറഞ്ഞു, അബോധാവസ്ഥയിലായിരുന്ന എന്നെ കൊല്ലുവാൻ ശ്രമിച്ചത് അധർമ്മമല്ലേ? ഞാൻ ഇതേ രീതിയിൽ അതിന് പകരം വീട്ടിയതാണ്. അതിൽ അധർമ്മമൊന്നുമില്ല. പകയും പാരിഷ്യവും അതിൻ്റെ പാര്യമതിയിലെത്തുമ്പോൾ ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ശക്തി മനുഷ്യന് നഷ്ടപ്പെടുന്നു. അവൻ വികാരത്തിനടിമയായി പക വീട്ടുന്നു. ഭൂരിശ്രവസിന്റെ വധം ഈ മനുഷ്യ സ്വഭാവത്തെ സ്പഷ്ടമായി പ്രകടിപ്പിക്കുന്ന ഒരു നിദർശനമായിരുന്നു. സൂര്യാസ്തമനത്തിന് ഇനി അധികം സമയമില്ല. കഴിയുന്നതും വേഗം ജയദ്രഥനെ വധിച്ചില്ല എങ്കിൽ തൻ്റെ പ്രതിജ്ഞ പാലിക്കുവാൻ കഴിയാതെയാവും. ഇതോർത്തിട്ട് തൻ്റെ രഥം ജയദ്രഥന്റെ മുന്നിലേക്ക് നയിക്കുവാൻ പറഞ്ഞു പാർത്ഥൻ. ഭഗവാൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും ദുര്യോധനൻ, ദുശാസനൻ, കൃപാചാര്യർ, കർണൻ, അശ്വത്ഥാമാവ്, ശല്യൻ, വൃഷസേനൻ തുടങ്ങിയ അനേകം മഹാരഥന്മാർ ജയദ്രഥനു ചുറ്റും പ്രബലമായ രക്ഷാവലയം സൃഷ്ടിച്ചു. ഈ രക്ഷാവലയത്തെ ഭേദിക്കുവാൻ അർജുനൻ കിണഞ്ഞു പരിശ്രമിച്ചു. ഭീമനും സാത്വികയും അർജുനനോടൊപ്പം എത്തുകയും ചെയ്തു. പിന്നീട് അവിടെ നടന്ന യുദ്ധം വർണ്ണനാതീതമായിരുന്നു. അർജുനൻ എത്ര വേഗതയോടെയാണ് അസ്ത്രങ്ങൾ അയച്ചതെന്ന് ഊഹിക്കുവാൻ പോലും നിവൃത്തിയില്ല. ഗാണ്ഡീവത്തിൽ നിന്ന് ആയിരം അസ്ത്രങ്ങളാണ് ഒരേ സമയം ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കും തടുക്കുവാൻ കഴിയാത്ത വജ്രസമാനങ്ങളായ അസ്ത്രങ്ങളായിരുന്നു അവ. ആനകളും കുതിരകളും കാലാൾ സൈന്യവും രഥികളും കണക്കില്ലാതെ കൈമുറിഞ്ഞും കാലൊടിഞ്ഞും കഴുത്തിന്റെ നിലം പതിക്കുവാൻ തുടങ്ങി. എവിടെ നോക്കിയാലും രക്തപ്രളയം തന്നെ. രക്തം കൊണ്ട് കുതിർന്ന മണ്ണ് ചെളികെട്ടുപോലെയായി. കൗരവ പ്രമാണിമാർക്കാർക്കും അർജുനന്റെ നേരെ നിൽക്കുവാൻ വയ്യാതെയായി. എങ്കിലും യാതൊരു കാരണവശാലും അർജുനനെ മുന്നോട്ട് വിടുകയില്ലെന്ന ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ദുര്യോധനാദികൾ പോരാടുകയാണ്. ഈ സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറയുകയുണ്ടായി, അർജുന, നിനക്ക് യുദ്ധം ചെയ്ത് കൗരവരെ തോൽപ്പിച്ച് ജയദ്രഥനെ കൊല്ലുവാൻ കഴിയും. പക്ഷെ അതിന് സമയമെടുക്കും. എന്നാൽ സൂര്യൻ അസ്തമിക്കുവാൻ പോവുകയാണ്. അതിനു മുമ്പായി ജയദ്രഥനെ കൊല്ലണമെങ്കിൽ മറ്റെങ്കിലും ഉപായം കണ്ടുപിടിക്കണം. അതിന് ഞാനൊരു വിദ്യ ചെയ്യുവാൻ പോവുകയാണ്. അന്ധകാരം കൊണ്ട് ആദിത്യനെ മറയ്ക്കാം. അപ്പോൾ ആദിത്യൻ അസ്തമിച്ചുവെന്ന് കരുതി ജയദ്രഥൻ പുറത്തു വരും. ആ തക്കം നോക്കി നീ അവൻ്റെ തല അറുക്കണം. എന്നാൽ മറ്റൊരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ്റെ തല ഇവിടെ നിലത്തു വീഴുവാൻ പാടില്ല. അവൻ്റെ തല നിലത്ത് വിടുന്നവൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്നുള്ള വരബലം അവനുണ്ട്. അതിൻ്റെ കൂടി കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ജയദ്രഥൻ വൃദ്ധക്ഷത്രൻ എന്ന സിന്ധുരാജാവിന് കുതിച്ചുണ്ടായ പുത്രനാണ്. അവൻ്റെ ജനന സമയത്ത് അവൻ ചിരകാലം യശസ്വിയായി രാജ്യം ഭരിക്കുന്നുവെന്നും അന്ത്യത്തിൽ പോർക്കളത്തിൽ വെച്ച് തല വീഴ്ത്തപ്പെടുന്നുവെന്നും ഒരു അശരീരി ഉണ്ടായി. ഉടനെ വൃദ്ധക്ഷത്രൻ പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ജയദ്രഥന്റെ തല താഴെ വീഴുന്നവന്റെ തല പൊട്ടിത്തെറിക്കണമെന്നുള്ള വരം അദ്ദേഹം പരമശിവനോട് സമ്പാദിച്ചു. ജയദ്രഥന് പ്രായമായപ്പോൾ അവനെ രാജ്യഭാരം ഏൽപ്പിച്ച് അച്ഛൻ വാനപ്രസ്ഥം സ്വീകരിച്ചു. അദ്ദേഹം ഇവിടെ സമന്തപഞ്ചക തീർത്ഥത്തിന്റെ അപ്പുറത്തുള്ള കാട്ടിൽ താമസിക്കുന്നുണ്ട്. ജയദ്രഥന്റെ തലയറുത്ത് അച്ഛൻ്റെ മടിയിൽ വീഴ്ത്താം. അതോടെ അയാളുടെ കഥയും കഴിയും. ഫൽഗുണ, അമ്പും വില്ലും കൊണ്ട് എന്ത് അഭ്യാസവും കാണിക്കുവാൻ കെൽപ്പുള്ള നിനക്ക്
അസാധ്യമായിട്ടുള്ളത് എന്താണ്? വേണ്ടതുപോലെ ചെയ്യുക. അർജുനൻ ജയദ്രഥനെ കൊല്ലുവാൻ തയ്യാറെടുത്തു. അവൻ കൗരവരുടെ നേർക്ക് ഇടതടവില്ലാതെ ശസ്ത്രപ്രയോഗം നടത്തിക്കൊണ്ടേയിരുന്നു. ഭഗവാൻ മായാപ്രയോഗം കൊണ്ട് എങ്ങും അന്ധകാരം പരത്തി. ആദിത്യ ബിംബം മറയ്ക്കപ്പെട്ടു. എല്ലാവരും പടിഞ്ഞാറോട്ട് നോക്കി. ആദിത്യനെ കാണുവാനില്ല. ചുറ്റും അന്ധകാരം പടർന്നു കഴിഞ്ഞിരിക്കുന്നു. കൗരവർ ആർത്തു വിളിച്ചു. സൂര്യൻ അസ്തമിച്ചു. അർജുനൻ പരാജയപ്പെട്ടിരിക്കുന്നു. അസ്തമയത്തിനു മുമ്പ് അർജുനന് ജയദ്രഥനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഇനിയും പ്രതിജ്ഞ അനുസരിച്ച് അവൻ ആത്മാഹൂതി ചെയ്യണം. കൗരവ പ്രമാണികൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജയദ്രഥന് ആശ്വാസമായി. ആദിത്യൻ അസ്തമിച്ച് കഴിഞ്ഞ നിലയ്ക്ക് ഇനിയും താൻ വധിക്കപ്പെടുകയില്ലെന്ന് അവൻ വിശ്വസിച്ചു. അവൻ സംരക്ഷണ വലയത്തിന്റെ പുറത്തേക്ക് വന്നു. ഇത് കണ്ടപ്പോൾ അർജുനൻ ദിവ്യമായ ഇന്ദ്രാസ്ത്രം കയ്യിലെടുത്തു. അതിനെ വേണ്ടതുപോലെ ആദരിച്ച ശേഷം ഗാണ്ഡീവത്തിൽ തൊടുത്ത് ജയദ്രഥന്റെ ശിരസിന്റെ ലക്ഷ്യമാക്കി അയച്ചു. വായുവേഗത്തിൽ പറന്നു ചെന്ന ഇന്ദ്രാസ്ത്രം ജയദ്രഥന്റെ കണ്ടം മുറിച്ച് തല വേർപ്പെടുത്തി. അപ്പോഴേക്കും അർജുനൻ മറ്റൊരസ്ത്രമയച്ച് തല മേൽപോട്ടുയർത്തി. അതിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും അസ്ത്രങ്ങൾ അയച്ച് ജയദ്രഥന്റെ തല സമന്ത പഞ്ചകത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി. തീർത്ഥക്കരയിൽ സന്ധ്യാവന്ദനം നടത്തിക്കൊണ്ടിരുന്ന വൃദ്ധക്ഷത്രന്റെ മടിയിലിട്ടു. അദ്ദേഹം പരിഭ്രമിച്ചെഴുന്നേറ്റപ്പോൾ മടിയിൽ നിന്ന് തല ഭൂമിയിൽ പതിച്ചു. തല താഴെയിട്ട വൃദ്ധക്ഷത്രന്റെ ശിരസ് ഉടൻ തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഭഗവാൻ മായാശക്തിയെ ഒഴിച്ചു. അന്ധകാരം നീങ്ങി. സൂര്യൻ പ്രകാശിച്ചു. അപ്പോഴാണ് ആദിത്യൻ അസ്തമിച്ചിട്ടില്ല എന്നും അന്ധകാരമുണ്ടായത് ഭഗവാന്റെ മായാശക്തി കൊണ്ടായിരുന്നുവെന്നും എല്ലാവർക്കും മനസ്സിലായത്. കൗരവർ വിഡ്ഢികളായി. അവരുടെ മുഖം വാടി. തൻ്റെ സാല്യനായ സിന്ധുരാജാവിൻ്റെ മരണം ദുര്യോധനനെ തളർത്തി. അവൻ കണ്ണുനീർ വാർത്തു. മറ്റുള്ളവരെല്ലാം ജാളിതയുടെ ഇതികർത്താവി മൂഢരായിരുന്നു. കൃഷ്ണൻ പാഞ്ചജന്യം എടുത്ത് ദന്തകാരനാദം പുറപ്പെടുപ്പിച്ചു. അർജുനൻ ദേവദത്തം മുഴക്കി. ഭീമന്റെ സിംഹഗർജനം പോർക്കളം മുഴുവൻ മാറ്റിലുകൊണ്ടു. ഇതെല്ലാം കേട്ടപ്പോൾ അകലെയാണ് നിന്നിരുന്നുവെങ്കിലും യുധിഷ്ഠിരാദികൾക്ക് ബോധ്യമായി ജയദ്രഥൻ വധിക്കപ്പെട്ടുവെന്ന്. എല്ലാവരും പ്രഹൃഷ്ടരായി ആനന്ദനൃത്തം ചെയ്തു. സൈന്യങ്ങൾ ആർത്തു വിളിച്ചു. അവർ ഉത്സാഹത്തിമിർപ്പോടെ കൗരവ സൈന്യത്തോടും ദ്രോണാചാര്യനോടും ശക്തിയായി പോരാടുവാൻ തുടങ്ങി. ജയദ്രഥവധം കഴിഞ്ഞ് സന്തുഷ്ടനായി മടങ്ങുന്ന അർജുനനെ വെറുതെ വിടുന്നത് അപമാനകരമായിട്ട് തോന്നിയ കൃപാചാര്യനും അശ്വത്ഥാമാവും രണ്ടു ഭാഗത്തും വന്ന് ബൽഗുണനെ ശക്തിയായിട്ട് എതിർത്തു. ഇവർ ഒറ്റയ്ക്കും കൂട്ടായും മുമ്പ് അർജുനനെ എതിർക്കുകയും അവനെ ജയിക്കുവാൻ സാധ്യമല്ലെന്ന് ബോധ്യമായി പിന്മാറുകയും ചെയ്തിട്ടുള്ളവരാണ്. എങ്കിലും ജയദ്രഥവധം കൊണ്ടുണ്ടായ ക്ഷോഭവും ആക്ഷേപവും അടക്കുവാൻ പാടില്ലാതെ വന്നപ്പോൾ എതിർക്കുവാൻ തീരുമാനിച്ചതാണ്. പക്ഷെ ഈ പ്രാവശ്യം അവർക്ക് അർജുനനോട് ഏറെ സമയം എതിർത്തു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അർജുനന്റെ ഒരു ശരം കൃപാചാര്യന്റെ മാറിൽ തറച്ചു. അദ്ദേഹം മോഹാലസ്യപ്പെട്ട് തേരിൽ ഇരുന്നു പോയി. ഉടൻ തന്നെ സൂതൻ ഒരു തേരിന് പിന്നിലേക്ക് കൊണ്ടുപോവുകയും അവനെ രക്ഷിക്കുകയും ചെയ്തു. അതോടെ അശ്വത്ഥാമാവും പിൻവാങ്ങി. ഗുരുവിനെ ആക്രമിച്ച് മോഹാലസ്യപ്പെടുത്തിയതിനാൽ അർജുനന് അനൽപമായ ഖേദമുണ്ടായി. ഹാ കഷ്ടം! ശരം കൊണ്ട് ഞാൻ ഗുരുവിനെ പീഡിപ്പിച്ചിരിക്കുന്നു. അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ ആചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഗുരുവിൽ പ്രയോഗിക്കരുതെന്ന്. എന്നിട്ടും ഞാനത് ചെയ്തു. ഞാൻ ഏത് നരകത്തിലാണ് പതിക്കുവാൻ പോകുന്നത്? ഇതിനൊക്കെ കാരണം ദുര്യോധനനാണ്. അവൻ മുഖേന കൗരവവംശം മുഴുവൻ നശിക്കുവാൻ പോവുകയാണ്. ഇപ്രകാരം പറഞ്ഞ് അർജുനൻ വിലപിക്കുകയുണ്ടായി. കർണന്റെ മുന്നിൽ വെച്ച് 31 ധാർത്തരാഷ്ട്രന്മാർ വധിക്കപ്പെട്ടു. ദുര്യോധന സഹോദരന്മാരെ തൻ്റെ സ്വന്തം സഹോദരന്മാരായാണ് കർണൻ കരുതിയിരുന്നത്. കൂടാതെ ഭൂരിശ്രവസ്, ജലസന്ധൻ, ജയദ്രഥൻ എന്ന പ്രബലന്മാരും കൊല്ലപ്പെട്ടിരിക്കുന്നു. പാണ്ഡവർക്കാർക്കും പറയത്തക്ക പീഡനങ്ങളൊന്നും ഏറ്റിട്ടുമില്ല. ഈ സ്ഥിതിക്ക് അർജുനനെ കൊല്ലണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ കർണൻ അർജുനനോട് എതിർക്കുവാൻ പുറപ്പെട്ടു. അവന്റെ രഥത്തിൽ തൻ്റെ കർണാഭരണങ്ങളും കവചവും നൽകിയപ്പോൾ പകരമായി ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച അവൻ സംരക്ഷണ വലയത്തിൻ്റെ പുറത്തേക്ക് വന്ന ഏകപുരുഷ ഘാതിനി എന്ന ആ ആദിത്യ വേൽ കൊള്ളിമീൻ പോലെ മിന്നിത്തിളങ്ങുന്നത് എല്ലാവർക്കും കാണാമായിരുന്നു. ഇത് ദൂരെ നിന്ന് തന്നെ കണ്ട കൃഷ്ണൻ പാഞ്ചജന്യം എടുത്ത് പ്രത്യേക തരത്തിൽ ഒരു ശബ്ദം മുഴക്കി. ഉടനെ അദ്ദേഹത്തിൻ്റെ സാരഥിയായ ദാരുകൻ കൃഷ്ണന്റെ തേരുമായി എത്തി. വിരധനായി നിന്നിരുന്ന സാത്വികയോട് ആ തേരിൽ കയറി കർണനോട് എതിർക്കുവാൻ കൃഷ്ണൻ നിർദ്ദേശിച്ചു. ഭഗവാന്റെ തേര് കിട്ടിയ സന്തോഷത്തോടെ സാത്വികി ഉഗ്രമായ ഒരു ആക്രമണമാണ് കർണനോട് നടത്തിയത്. കർണൻ അയാളുടെ കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കർണനോട് ഏറ്റുമുട്ടുവാൻ അർജുനൻ തയ്യാറായി. എന്നാൽ ഭഗവാൻ അർജുനനെ തടഞ്ഞു. താൻ തടയുന്നതിന് പ്രത്യേക കാരണമുണ്ടെന്നും ഭഗവാൻ പറഞ്ഞു. സാത്വികിയും കർണനും കൂടി തുല്യമായ നിലയിൽ ഏറെ നേരെ പോരാടിയെങ്കിലും അവസാനം സാത്വികി കർണനെ പരാജയപ്പെടുത്തി.
വില്ലും തേരും കുതിരകളുമെല്ലാം നശിച്ച കർണൻ പോർക്കളത്തിൽ നിന്ന് പലായനം ചെയ്തു. ജയദ്രഥ വധത്തിന് ശേഷം വിജയശ്രീ ലാളിതനായ വിജയൻ കൃഷ്ണനോടും കൂടി യുധിഷ്ഠിര സന്നിധിയിലെത്തി. അവരെ കണ്ടയുടനെ ആഹ്ലാദത്തോടെ തേർത്തട്ടിൽ നിന്ന് താഴേക്ക് ചാടിയ യുധിഷ്ഠിരൻ ഇരുവരെയും ആശ്ലേഷിച്ചു. അപ്പോഴേക്കും സാത്വികിയും ഭീമസേനനും അവിടെ എത്തിച്ചേർന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അർജുനൻ ജയദ്രഥനെ കൊല്ലുവാൻ കഴിഞ്ഞതെന്നും തങ്ങളുടെ എല്ലാ വിജയത്തിനും കാരണം സാക്ഷാൽ വാസുദേവൻ കൃഷ്ണൻ മാത്രമാണെന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ ഭഗവാനെ പുകഴ്ത്തി സ്തുതിച്ചു. ഇതെല്ലാം കണ്ട പാണ്ഡവപ്പട ആനന്ദതുന്തിലരായി ഉച്ചത്തിൽ അട്ടഹസിക്കുകയും പെരുമ്പറയും മറ്റു വാദ്യാഘോഷങ്ങളും മുഴക്കി സമരാവേശം പ്രകടിപ്പിക്കുകയും ചെയ്തു. ദുര്യോധനന്റെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. തൻ്റെ 31 അനുജന്മാർ അന്ന് മരിച്ചു. ജലസന്ധൻ, ലംബഷൻ, ഭൂരിസ്രവസ്, ജയദ്രഥൻ തുടങ്ങിയ അനവധി മഹാരഥന്മാരെ പാണ്ഡവർ കാലപുരിക്കയച്ചു. തൻ്റെ എല്ലാ ശക്തിയുടെയും അടിസ്ഥാനമായി കരുതിയിരുന്ന കർണൻ പോലും തോറ്റോടി. കൃപാചാര്യൻ മോഹാലസ്യപ്പെട്ടു. അശ്വത്ഥാമാവിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അർജുനന് തുല്യനായ ഒരു ധ്വനി, അതായത് വില്ലാളി ഇല്ലെന്ന് തന്നെ അന്ന് ആദ്യമായി ദുര്യോധനൻ മനസ്സിൽ നിരൂപിച്ചു. വ്യസനം, നിരാശ, പശ്ചാത്താപം, കോപം, പക തുടങ്ങിയ വിവിധ വികാരങ്ങൾ അവൻ്റെ മനസ്സിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി മാറി മാറി വ്യാപിക്കുവാൻ തുടങ്ങി. അവൻ ഒരു സ്വസ്ഥതയും ലഭിച്ചില്ല. അവസാനം അവൻ ദ്രോണന്റെ അടുത്തെത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, ആചാര്യ, ജയദ്രഥനെ വധിച്ച അർജുനൻ ശപഥം പാലിച്ചിരിക്കുന്നു. നമ്മുടെ ഭാഗത്തുള്ള എത്രയെത്ര മഹാരഥന്മാരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. കർണനിലാണ് ഞാൻ ബലം കണ്ടിരുന്നത്. അവനും തോറ്റോടി. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് 10,000-കണക്കിന് യോദ്ധാക്കൾ ഇന്ന് മരിച്ചു. ഇതെല്ലാം അങ്ങ് പാണ്ഡവരോട് കൂറ് കാണിക്കുന്നത് കൊണ്ടുണ്ടായതാണ്. എനിക്കിനിയും ജീവിക്കുവാൻ വയ്യ. ആകയാൽ ഒന്നെങ്കിൽ എനിക്ക് ഈ പാണ്ഡവരെയും പാഞ്ചാലരെയും ജയിക്കണം, അല്ലെങ്കിൽ മരിക്കണം. അതിനെങ്കിലും അനുവാദം തരൂ. എല്ലാം സശ്രദ്ധം കേട്ട ശേഷം ദ്രോണാചാര്യർ പറഞ്ഞു, ദുര്യോധന, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതിപ്പോൾ വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശകുനിയുടെ കള്ളച്ചൂതിന് നീ കൂട്ടുനിന്നില്ലേ? അതിൻ്റെ ഫലമാണിതെല്ലാം. അന്ന് നീക്കിയ ഓരോ ചൂതും ശത്രുവിൻ്റെ അസ്ത്രമായി തീർന്നു. ഇന്നാണ് അത് കൊള്ളുന്നതെന്നു മാത്രം. പിതരൻ പറഞ്ഞ നല്ല വാക്കുകളൊന്നും കേൾക്കുവാൻ നിന്റെ അഹങ്കാരം നിന്നെ അനുവദിച്ചില്ല. ഇപ്പോഴെങ്കിലും പാണ്ഡവരുടെ പൗരുഷം നിനക്ക് മനസ്സിലായില്ലേ? അർജുനനെ പോലെ ഒരു വില്ലാളി ഇല്ലെന്നും അവനെ ജയിക്കുക സാധ്യമല്ലെന്നും നിനക്ക് ബോധ്യമായില്ലേ? എന്നിട്ടും എൻ്റെ കുറ്റം കൊണ്ടാണ് നിനക്ക് പരാജയമുണ്ടാവുന്നതെന്ന് നീ കരുതുന്നു. നിന്റെ ദുഷ്ടബുദ്ധി കൊണ്ടാണ് നിനക്ക് ഇപ്രകാരം സംഭവിച്ചത്. ഓരോരുത്തർക്കും അവരുടെ ദുശ്ചരിതങ്ങൾ ദൗർബല്യമുണ്ടാക്കും. സച്ചരിതങ്ങൾ കൊണ്ട് മാത്രം ബലം സിദ്ധിക്കുകയുള്ളൂ. അതിനാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സന്ധ്യയാകുമ്പോൾ യുദ്ധം നിർത്തുകയാണ് എന്നത്തെയും പതിവ്. അതാണ് യുദ്ധമുറ. എന്നാൽ അന്നേ ദിവസം സന്ധ്യ കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിപ്പിച്ചിരുന്നില്ല. പന്തം കൊളുത്തിപ്പിടിച്ച് പട നടത്തുവാനാണ് ഇരുകൂട്ടരും തീരുമാനിച്ചത്. ഓരോ തേരിലും 5 പന്തങ്ങൾ തെളിഞ്ഞു. മത്തഗജങ്ങൾ തോറും 3 പന്തങ്ങളും വിളങ്ങി. ഓരോ കുതിരയ്ക്കും ഓരോ പന്തം എന്നിങ്ങനെ പാണ്ഡവന്മാരും കൗരവന്മാരും പന്തങ്ങൾ കൊളുത്തി. ദീപശിഖിയുടെ പ്രഭാപുരത്തിൽ വിസ്തൃതമായ പടക്കളം മുഴുവൻ കുളിച്ചു നിന്നു. ഇതെല്ലാവർക്കും ഒരു പുതുമയായിരുന്നു. ഇപ്രകാരം ഒരു രാത്രിയുദ്ധം ഇതിനു മുമ്പ് എങ്ങും നടന്നതായി ആരും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വിജയലഹരിയിൽ അമഗ്നരായ പാണ്ഡവ സൈന്യങ്ങൾ ഘോര ആരവത്തോടും ആർപ്പ് വിളികളോടും കൂടി ദ്രോണന്റെ വ്യൂഹത്തോട് ഏറ്റുമുട്ടി. പാണ്ഡവരോട് എതിർക്കുവാൻ ദ്രോണന് ദുര്യോധനന് നിർദ്ദേശം കൊടുത്തു. ദ്രോണനും പിന്നാലെ പുറപ്പെട്ടു. ദുര്യോധനൻ തേരിൽ കയറി പാണ്ഡവ പടയോട് ഏറ്റുമുട്ടി. ജീവിതത്തേക്കാൾ ശ്രേഷ്ഠമാണ് മരണമെന്ന് പോലും തോന്നിത്തുടങ്ങിയ ദുര്യോധനൻ രണ്ടും കൽപ്പിച്ചാണ് യുദ്ധം ആരംഭിച്ചത്. ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ അനിത സാധാരണമായ പാടാവത്തോടെ അവൻ യുദ്ധം ചെയ്തു. അവൻ്റെ മുന്നിൽ കണ്ട എല്ലാറ്റിനെയും അവൻ നശിപ്പിച്ചു. ഭീമാർജുനന്മാർ, ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, പാഞ്ചാലി പുത്രന്മാർ, ദ്രുപദൻ, ശിഖണ്ഡി, വിരാടൻ തുടങ്ങിയവരൊക്കെ ദുര്യോധനനെ വളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ദുര്യോധനനെ ആർക്കും പിന്മടക്കുവാൻ കഴിഞ്ഞില്ല. യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഇതുവരെയായി ഇപ്രകാരം ഒരു യുദ്ധവൈഭവം ദുര്യോധനൻ പ്രകടിപ്പിച്ചിട്ടുമില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു. പാണ്ഡവ സൈന്യത്തിലെ അനവധി ഭടന്മാരും തേരും കുതിരയും ആനയുമെല്ലാം ദുര്യോധനന്റെ അമ്പുകൾക്കിരയായി. അങ്ങനെയിരിക്കെ യുധിഷ്ഠിരന്റെ ഒരു കത്തിയമ്പ് പെട്ടെന്ന് ദുര്യോധനന്റെ വില്ല് മുറിച്ചു. മറ്റൊരു വില്ലെടുക്കുവാൻ സമയം കിട്ടുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ അയച്ച 2 ബാണങ്ങൾ അവൻ്റെ മാറിൽ തറച്ചു. ചട്ട പൊട്ടിക്കേറി രക്തമൊലിപ്പിച്ചുകൊണ്ട് അവൻ തേരിലിരുന്നു. സൂതൻ തേര് തിരിച്ചുവിടുവാൻ തുടങ്ങിയപ്പോൾ ദ്രോണൻ അവിടെ എത്തി. ദ്രോണനെ കണ്ടതോടുകൂടി ദുര്യോധനന്റെ ആലസ്യമൊക്കെ പോയി. അവൻ മറ്റൊരു വില്ലെടുത്ത് അട്ടഹസിച്ചുകൊണ്ട് ദ്രോണരോടൊപ്പം ചേർന്ന് പാണ്ഡവരോട് വീണ്ടും യുദ്ധം ചെയ്തു. ദ്രോണൻ ഒരു ഉഗ്ര രക്ഷസായി മാറി. ആർക്കും തടുക്കുവാൻ കഴിയാത്ത നിലയിൽ കൂരമ്പുകൾ വർഷിച്ചു തുടങ്ങി.
പാണ്ഡവപ്പടയിൽ ഒരു വലിയ വിഭാഗം ദ്രോണന്റെ ശസ്ത്രാഗ്നിയിൽ ഈയാമ്പാറ്റകളെ പോലെ പതിച്ചു. ദ്രോണൻ ദൃഷ്ടദ്യുമ്നന്റെ പുത്രന്മാരെയും കേകേകന്മാരെയും ശിബിയെയും വധിച്ചു. ദ്രോണനോട് പടവെട്ടുവാൻ കഴിയാതെ പാണ്ഡവന്മാർക്ക് പിന്മാറേണ്ടി വന്നു. ഘടോത്കചൻ ഒരു വലിയ രാക്ഷസപ്പടയോടും മായാതന്ത്രങ്ങളോടും കൂടി അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി. രാക്ഷസന്മാരുടെ അട്ടഹാസങ്ങൾ കേട്ടപ്പോൾ ഭടന്മാർ ഞെട്ടിവിറച്ചു. ആനകൾ വിരണ്ടോടി. മഹാരഥന്മാർ പോലും ഭയപ്പെട്ട് പിൻവാങ്ങി. എന്നാൽ അശ്വത്ഥാമാവിന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മസൈര്യത്വത്തോടും ഉറച്ച പൗരുഷത്തോടും കൂടി ഘടോത്കചനെ നേരിട്ടു. രാക്ഷസനോടൊപ്പം തൻ്റെ പുത്രനായ അഞ്ജനപർവാവും ഉണ്ടായിരുന്നു. ക്ഷണനേരത്തിൽ ദ്രൗണി അഞ്ജനപർവാവിനെ കൊന്നു. മകൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ അരിശം വർദ്ധിച്ചു. അവൻ ദ്രൗണിയോട് ആഞ്ഞടിച്ചു. അശ്വത്ഥാമാവിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. ഇതിനോടകം ഘടോത്കചന്റെ സഹായത്തിനായി ധാരാളം പാണ്ഡവ സൈന്യങ്ങൾ സുരന്ധന്റെയും ശത്രുഘ്നന്റെയും നേതൃത്വത്തിലെത്തി. അശ്വത്ഥാമാവ് അനേകം ഭടന്മാരെയും കുതിരകളെയും ഒക്കെ കൊന്നു. സുരഥനും ശത്രുഘ്നനും ദ്രൗണിയുടെ ബാണമേറ്റ് പിടഞ്ഞു മരിച്ചു. ഘടോത്കചന്റെ തേര് തകർന്നു. അവൻ നിലത്തുനിന്ന് പോരാട്ടം തുടർന്നു. ദ്രൗണിയുടെ ഒരമ്പ് ഘടോത്കചന്റെ മാറിൽ തറച്ചു. അവൻ മൂർച്ഛിച്ചു വീണു. അവൻ മരിച്ചുവെന്ന് കരുതി കൗരവർ ആഹ്ലാദിച്ചു. യുദ്ധകളത്തിന്റെ മറ്റൊരു ഭാഗത്ത് സോമദത്തനും സാത്വികിയും കൂടി ഘോരമായി യുദ്ധം നടത്തുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭീമസേനൻ സാത്വികിയുടെ സഹായത്തിനെത്തി. പിന്നീട് നടന്ന ഉഗ്ര സംഘടനത്തിൽ സാത്വികി സോമദത്തനെ കൊന്നു. സോമദത്തന്റെ അച്ഛനാണ് ബാഹലീകൻ. മകൻ മരിച്ചപ്പോൾ പൂർവാധികം വൈരാഗ്യത്തോടെ ബാഹലീകൻ സാത്വികിയോടും ഭീമനോടും ഏറ്റുമുട്ടി. ബാഹലീകൻ സാക്ഷാൽ ഭീഷ്മരുടെ ജ്യേഷ്ഠനാണ്. അങ്ങനെ ബാഹലീകനെ ഭീമൻ കൊല്ലുകയും ചെയ്തു. മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും പ്രായമേറിയ യോദ്ധാവായിരുന്നു ബാഹലീകൻ. തങ്ങളുടെ 2 മഹാരഥന്മാർ മരിച്ചു വീഴുന്നത് കണ്ട കൗരവർ വല്ലാതെ ക്ഷോഭിച്ചു. ദുര്യോധനന്റെ 10 അനുജന്മാർ സാത്വികിയോടും ഭീമനോടും യുദ്ധം ചെയ്യുവാൻ വന്നു. ദൃഢൻ, സുഹസ്തൻ, വിരജസ്, ഉഗ്രായി, പ്രമഥൻ, നാഗദത്തൻ, ദൃഢരഥൻ, വീരബാഹു, വയൻ, ഭുജൻ എന്നീ 10 പേരായിരുന്നു ആ ദുര്യോധന സഹോദരന്മാർ. അവരെ കണ്ടപ്പോൾ യുദ്ധത്തിന്റെ ആവേശത്തേക്കാൾ കൂടുതലായി 10 ധാർത്തരാഷ്ട്രന്മാരെ കൂടി കൊല്ലുവാൻ സന്ദർഭം കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു ഭീമനുണ്ടായത്. അധികം താമസിയാതെ അവരെ 10 പേരെയും ഭീമൻ കൊല്ലുകയും ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും കൗരവപ്പട ആകെ സ്തംഭിച്ചു. അങ്ങനെ തന്നെ നിന്നയിടത്തിൽ ഇല്ലാതായി പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെ തക്ക സന്ദർഭമാണെന്ന് കരുതി പാണ്ഡവരും പാഞ്ചാലരും ഒന്നിച്ച് കൗരവ സൈന്യങ്ങളിലേക്ക് ഇരച്ചു കയറി. അസ്ത്രങ്ങളയച്ച് അവരെ ശ്വാസം മുട്ടിച്ചു. ഇത് കണ്ട ദുര്യോധനൻ കർണനോട് പറഞ്ഞു, കർണ, അതാ നമ്മുടെ സൈന്യങ്ങളെ ശത്രുക്കൾ കൊന്നൊടുക്കുന്നു. അങ്ങയെപ്പോലെ ഒരു പൗരുഷശാലി കൗരവരുടെ കൂട്ടത്തിൽ വേറെയില്ല. ഇപ്പോഴാണ് അങ്ങയുടെ ശൗര്യം കാണിക്കേണ്ടത്. കർണന്റെ അഹംഭാവന ഭാഗയിലേക്ക് ദുര്യോധനന്റെ പ്രശംസാ വചനങ്ങൾ നെയ് പകരുകയാണ് ചെയ്തത്. അവന്റെ അഹങ്കാരം കുറെ കൂടി ആളിക്കത്തി. അവൻ ഒന്നുകൂടി ഞെളിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, കൗരവ രാജാവേ, ഭവാൻ ഭയപ്പെടേണ്ട. സകല പാണ്ഡവരെയും അവരോട് കൂടുന്ന പാഞ്ചാലരെയും ഞാൻ കൊന്നുപിടിക്കും. എല്ലാ പാർത്ഥന്മാരിലും വെച്ച് ഏറ്റവും ബലവാനാണ് അർജുനൻ. ഇന്ദ്രൻ എനിക്ക് നൽകിയ അമോഘമായ വേലുപയോഗിച്ച് ഞാൻ അവനെ കൊല്ലും. അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള പാണ്ഡവർ ചിറകറ്റ പക്ഷികളെ പോലെ നിന്റെ പാട്ടിലാകും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് വിഷാദിക്കരുത്. ഇത്രയും കർണൻ പറഞ്ഞു. കൃപാചാര്യൻ ഇത് കേട്ട് അടുത്തടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കർണന്റെ മേനിവർച്ചൽ കേട്ടപ്പോൾ കൃപന് കർണനോട് അസഹ്യമായ പുച്ഛമാണ് തോന്നിയത്. കൃപൻ പറഞ്ഞു, കർണ, നീ എന്തിനാണ് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നത്? പാർത്ഥനോട് ഏറ്റുമുട്ടി നീ എത്ര പ്രാവശ്യം പാലായനം ചെയ്തിട്ടുണ്ട്? വെള്ളമില്ലാത്ത ശരൽക്കാല മേഘങ്ങളെ പോലെ ഗർജിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അവന്റെ ബാണമേറ്റാൽ നിന്റെ ഗർജനം അവസാനിക്കും. നിനക്കറിയാമോ അർജുനന്റെ ശൂരത ധനുസിലാണ്, നിന്റെ ശൂരത മനോരഥത്തിലും. ഇത്രയും പറഞ്ഞ് കൃപൻ പൊട്ടിച്ചിരിച്ചു. കൃപന്റെ പരിഹാസം കേട്ട് ചൊടിച്ചുകൊണ്ട് കർണൻ പറഞ്ഞു, ഞാൻ പരിശ്രമശീലനാണ്. പാർത്ഥന്മാരെയെല്ലാം പോരിൽ ജയിച്ച് ഞാൻ ഗർജിക്കും, അട്ടഹസിക്കും. തനിക്കതിൽ വല്ല ഛേദവുമുണ്ടോ? എടോ വൃദ്ധ ബ്രാഹ്മണ, താനൊരു ഭോഷനാണ്. തനിക്ക് പാർത്ഥന്മാരോടാണ് കൂറ്. അതുകൊണ്ടാണ് താൻ എന്നെ നിന്ദിക്കുന്നത്. ഇനി ഇങ്ങനെ താൻ എൻ്റെ മുഖത്ത് നോക്കി അസംബന്ധം പുലമ്പിയാൽ, എടോ ദുഷ്ട, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു കളയും. ഇത്രയും കർണനും പറഞ്ഞു. ഇത് കേട്ട ദ്രോണപുത്രൻ ഇതെല്ലാം കേൾക്കും തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ അമ്മാവനെ ശകാരിച്ച കർണനെ വെറുതെ വിടുകയില്ലെന്ന് നിശ്ചയിച്ചിട്ട് അശ്വത്ഥാമാവ് കർണന്റെ നേരെ പാഞ്ഞു. അശ്വത്ഥാമാവ് പറഞ്ഞു, എടാ സൂതപുത്ര, നീജ, നീ എന്തു പറഞ്ഞു?
സത്യം പറഞ്ഞതിന് നീ എൻ്റെ അമ്മാവനെ ശകാരിക്കുന്നുവോ? വില്ലാളികളിൽ വെച്ച് വീരനായ എൻ്റെ അമ്മാവനോട് ഗർവ് കാണിക്കുന്നുവോ? നീ അത്ര വലിയ വീരനാണോ? എങ്കിൽ കാണട്ടെ. അശ്വത്ഥാമാവ് തൻ്റെ വാൾ പെട്ടെന്ന് ഉറയിൽ നിന്നൂരി. ഉടനെ ദുര്യോധനനും കൃപനും ചേർന്ന് അവനെ തടുത്തു. ക്രുദ്ധനായി നിൽക്കുന്ന കർണൻ പറഞ്ഞു, ദുര്യോധന, അവനെ വിടൂ. സമരകുതുകിയായ അവനെ വിടൂ. എൻ്റെ നേരെ വരട്ടെ, ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കാം. ദുര്യോധനൻ അശ്വത്ഥാമാവിനോട് കേട് വീണ് അപേക്ഷിച്ചു, കർണനോട് ക്ഷമിക്കണമെന്ന്. അവൻ ക്രോധമടക്കിക്കൊണ്ട് പറഞ്ഞു, എടാ നീചബുദ്ധേ, നിന്റെ കുറ്റം ഞാൻ ക്ഷമിക്കുന്നു. നിന്റെ ഈ തള്ളലൊക്കെ അർജുനൻ തന്നെ അവസാനിപ്പിച്ചുകൊള്ളും. ഈ സമയത്ത് പാണ്ഡവപ്പട ആർത്തിരമ്പുന്ന കടൽ പോലെ കൗരവസേനയുടെ നേരെ ഇരച്ചു കയറി. കർണൻ ഉടൻ തന്നെ അവരോട് ഏറ്റുമുട്ടി. വജ്രം പോലെ തീക്ഷ്ണങ്ങളായ ശരങ്ങളെ നാലുപാട് മയിച്ച് പാണ്ഡവസേനയുടെ മുന്നേറ്റത്തെ തടുത്തു നിർത്തി. പാണ്ഡവ സൈന്യത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന സഹദേവൻ കർണന്റെ നേർക്ക് അസ്ത്രവർഷം ചുരിഞ്ഞു. കർണനതെല്ലാം തടുത്തുകൊണ്ട് സഹദേവനെ വിഷമിപ്പിക്കത്തക്ക വിധത്തിൽ ബാണങ്ങൾ തൂകി. അവർ തമ്മിൽ കുറച്ചു സമയം ഭയങ്കരമായ പോരാട്ടം നടന്നു. പക്ഷേ കർണന്റെ ശരവേഗത്തെ തടുക്കുവാൻ സഹദേവന് കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മാതൃപുത്രന്റെ തേരും കുതിരകളും സൂതനും ആയുധങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ഉടഞ്ഞ തേരിന്റെ കഷ്ണങ്ങളും ചത്ത കുതിര, ആന എന്നിവയുടെ അവയവങ്ങളും എടുത്തെറിഞ്ഞുകൊണ്ട് സഹദേവൻ കുറച്ചു സമയം കൂടി കർണനോട് എതിർത്തു. കർണൻ ചിരിച്ചുകൊണ്ടാണ് അവയെല്ലാം തടഞ്ഞത്. വിരതനും നിരായുധനുമായി തീർന്ന സഹദേവൻ പോർക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ കർണൻ അവന്റെ പിന്നാലെ ചെന്ന് വില്ലിന്റെ തല കൊണ്ട് അവന്റെ തലയ്ക്ക് കുത്തിയിട്ട് പറഞ്ഞു, എടാ ബാല, നീ നിന്നേക്കാൾ കഴിവുള്ളവരോട് പൊരുതിന് പുറപ്പെടരുത്. നിനക്ക് തുല്യന്മാരായിട്ടുള്ളവരോട് മാത്രമേ ഏറ്റുമുട്ടാവൂ. അല്ലെങ്കിൽ നിന്റെ തല ഉടലിൽ നിന്ന് വിട്ടുപോകും. നിന്നെ ഞാനിപ്പോൾ വെറുതെ വിടുന്നു. ഒന്നിനും പോകാതെ വീട്ടിൽ പോയി ഇരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ചെന്ന് നിന്റെ ജ്യേഷ്ഠന്മാരോട് വരുവാൻ പറയൂ. കർണന്റെ വാക്ശരങ്ങളേറ്റു മനസ്സിൽ മുറിവേറ്റ സഹദേവൻ അപമാനഭാരം കൊണ്ടും തലയും കുനിച്ചാണ് പോർക്കളം വിട്ടത്. അവൻ ജീവിതം തന്നെ വെറുത്തു. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പോലും അവന് തോന്നി. കർണൻ തന്നെ കൊല്ലാതെ വിട്ടതിൽ സഹദേവൻ അത്ഭുതം തോന്നി. പാവം സഹദേവൻ. അവനുണ്ടോ അറിയുന്നു കർണൻ തൻ്റെ മൂത്ത ഭ്രാതാവാണെന്നും തൻ്റെ അമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കുവാൻ വേണ്ടിയാണ് തന്നെ കൊല്ലാതിരുന്നതെന്നും. എങ്കിലും തൻ്റെ ജീവൻ അപഹരിക്കാത്തതിൽ കർണനോട് നന്ദിയോ സ്നേഹമോ സഹദേവന് തോന്നിയില്ല. പ്രത്യുത കർണനോടൊടുങ്ങാത്ത ഈർഷ്യയും പകയും കൊണ്ട് സഹദേവന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. കൗരവപ്പടയുടെ 3-4 ഭാഗങ്ങളിലായ അർജുനൻ, ഭീമൻ, സാത്വികി, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യം കൗരവ സൈന്യത്തെ കഠിനതരമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. മഹാചാര്യനായിട്ടുള്ള ദ്രോണരും ദുര്യോധനനും ശകുനിയും കർണനും കൃപാചാര്യരും അശ്വത്ഥാമാവും തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൗരവരും ശക്തമായി പോരാടി. ഇതിനിടയ്ക്ക് ഘടോത്കചനും പാണ്ഡവപക്ഷത്ത് ചേർന്ന് വീണ്ടും യുദ്ധം ചെയ്തു തുടങ്ങിയിരുന്നു. മായായുദ്ധ പ്രവീണനായ ഘടോത്കചനോട് ഏൽക്കുവാൻ പറ്റിയ ഒരു രാക്ഷസനായിരുന്നു അലായുധൻ. ദുര്യോധനൻ അവനെ ഘടോത്കചനോട് ഏറ്റുമുട്ടുവാൻ അയച്ചു. അവർ ഭീഷണങ്ങളായ ക്രൂരായുധങ്ങൾ കണക്കില്ലാതെ പരസ്പരം വർഷിച്ചുകൊണ്ടേയിരുന്നു. മായാപ്രയോഗങ്ങൾക്കും കുറവൊന്നുമുണ്ടായിരുന്നില്ല. തുല്യ പരാക്രമികളായ അവരുടെ ഭയങ്കരമായ യുദ്ധത്തിന്റെ ഫലമായി ഇരുഭാഗത്തും ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. അലായുധൻ മേലോട്ട് പൊങ്ങി ആകാശത്തിൽ നിന്നുകൊണ്ട് പല മായാജാലങ്ങളും പ്രയോഗിക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ ഘടോത്കചനും ആകാശത്തേക്കുയർന്ന് അലായുധനുമായി ഏറ്റുമുട്ടി. കുറച്ചു സമയം യുദ്ധം ചെയ്തതിന് ശേഷം ഘടോത്കചൻ അലായുധന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തറുത്തു. അലായുധന്റെ മുറിച്ച തല ദുര്യോധനന്റെ തേരിലേക്ക് വലിച്ചെറിഞ്ഞു. അത് തേരിൽ വന്ന് വീണപ്പോൾ ദുര്യോധനൻ ഞെട്ടിപ്പോയി. ഘടോത്കചന്റെ വീരപരാക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവന്റെ മൂർച്ചയേറിയ അമ്പുകളേറ്റ് കൗരവ സൈന്യം പ്രാണവെപ്രാളം കാണിച്ചു. അവനോട് ഏറ്റുമുട്ടുവാൻ എല്ലാവരും ഭയപ്പെട്ടു. ഇത്തരുണത്തിൽ കർണൻ അസാമാന്യ ധീരതയോടെ ഘടോത്കചനെ നേരിട്ടു. എന്നാൽ രാക്ഷസന്റെ അനിത സാധാരണമായ ആയോധന പാടവത്തിലും മായാവിദ്യ പ്രകടനത്തിലും കുടുങ്ങി കർണൻ നട്ടം തിരികെയാണ് ഉണ്ടായത്. ഘടോത്കചന്റെ മായാവിദ്യ കൊണ്ട് രണഭൂമിയാകെ ശീലാവർഷമുണ്ടായി. തികച്ചും അപ്രതീക്ഷിതമായി വരുന്ന വലിയ പാറക്കഷ്ണങ്ങളെ ആർക്കും തടുക്കുവാൻ കഴിയുമായിരുന്നില്ല. ദിവ്യശക്തികൾ പ്രയോഗിച്ച് കർണൻ മായാശക്തികളെ തടഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും സമയം ചെല്ലുന്തോറും അത് അസാധ്യമായി വന്നു. ഘടോത്കചൻ പലപ്പോഴും അപ്രത്യക്ഷനാവുകയും ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുകയും ചെയ്തു. ചിലപ്പോൾ ആകാശത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. ആയിരക്കണക്കിന് രാക്ഷസന്മാർ പൊടുന്നിനെ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്നത് പോലെയുള്ള പ്രതീതിയാണ് പോർക്കളത്തിലാകെ ഉണ്ടായത്. ഇത്രയുമായപ്പോൾ കർണൻ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു, തുടരും.